അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ പഠിക്കണം, പാരായണം ചെയ്യണം, മനഃപ്പാഠമാക്കണം, പരിഭാഷ വായിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ല, ഒരു വിശ്വാസി ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും സംഭവിക്കുക എന്താ? സമയം കിട്ടുന്നില്ല, നേരം കിട്ടുന്നില്ല, ഒരു ഒഴിവുണ്ട് ശരിയായി കിട്ടുന്നില്ല, ഭയങ്കര തിരക്കാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ തിരക്ക് പറഞ്ഞ് എത്ര കാലമായി? ഇപ്പൊ എത്ര വയസ്സായി? നമുക്ക് എത്ര ഭാഗം നമ്മൾ മനഃപ്പാഠം പഠിച്ചത്? എത്ര ഖുർആന്റെ തഫ്സീർ നമുക്ക് വായിക്കാൻ പറ്റി? പലർക്കും വട്ടപൂജയായിരിക്കും. ചില ആളുകളൊക്കെ തുടങ്ങി വെച്ചു, പിന്നെ അത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് പഠിക്കണമെങ്കിൽ ഒരു കാരണം വളരെ പ്രധാനമാണ്. ഒരു കോളേജ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും? ആ ഒരു പാഠഭാഗം അദ്ദേഹം മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഒരു കാരണമുള്ളതാണ്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ സിലബസിൽ ഈ പാഠഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവരത് പഠിച്ചാലേ അവർക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവർ പഠിക്കേണ്ടി വരും. അങ്ങനെ ഒരു കാരണം ഉണ്ടാവുമ്പോഴാണ്, ഒരു പ്രഷർ ഉണ്ടാവുമ്പോഴാണ് ഇതൊക്കെ നടക്കുക. അതിനു വേണ്ടിയാണ് നമ്മുടെ വിസ്ഡം യൂത്ത് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന ഒരു സംവിധാനം തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാ ആഴ്ചയിലും പ്രാദേശികമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിപുലമായ ഒരു എക്സാം, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ ഒരു വാർഷിക പൊതുപരീക്ഷ 2026 മെയ് 24 നടക്കുന്നുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തും വിവിധ സെന്ററുകളിലായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കുടുംബസമേതം അതിൽ രജിസ്റ്റർ ചെയ്യുക. അതിന്റെ സിലബസ് എന്ന് പറയുന്നത് സൂറത്ത് ഹജ്ജ്, മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ അതിനെടുത്തിരിക്കുന്നത്. അത് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് കണക്കൂട്ടുക. അതായത് സൂറത്തുൽ ഹജ്ജ് നമുക്ക് പൂർണ്ണമായിട്ട് പഠിക്കാൻ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കാരണമാണ്, ഒരു നിമിത്തമാണ്, ഒരു പ്രഷറാണ്. അത് അന്യ ദിവസം പരീക്ഷ ഉണ്ട്, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, അവിടെ ഞാൻ വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നൊരു ഓർമ്മ നമുക്കുണ്ടാവും. അങ്ങനെ നമുക്ക് ഖുർആൻ പഠിക്കാൻ ഒരു നിർബന്ധിതാവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാഹ് ഈ QHLSന്റെ എക്സാം. അതുകൊണ്ട് എല്ലാവരും കുടുംബസമേതം അതിൽ രജിസ്റ്റർ ചെയ്യുക, ഉടനെ പഠിച്ചു തുടങ്ങുക. ജീവിതത്തിൽ ഓരോ ദിവസവും അതിന് പ്രത്യേക സമയം കണ്ടെത്തുക. അങ്ങനെ നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 3 അക്ഷരാണെങ്കിൽ 30 കൂലിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര പ്രതിഫലം കിട്ടും. അപ്പൊ അതിന് പറ്റിയ അന്തരീക്ഷം, പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ കാലയളവാണ്, കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ വീടുകളിൽ ഉണ്ടാവും. അപ്പോൾ സമയം ഷെഡ്യൂൾ ചെയ്ത് ഈ ഒരു പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറാകുക. എല്ലാവരും അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.